വയറ്റിലൊരു കുഞ്ഞുണ്ട്. ഞാനതിനെ എന്തെങ്കിലും ചെയ്താ നിനക്കതിനെ കാണാൻ പോലും പറ്റില്ല. കൊല്ല്, എന്നങ്ങ് കൊല്ല്. അവരോടനെ അയാളെ വിളിച്ചു വരുത്തിയിരിക്കുന്നു. അയാള് വന്ന് എന്നെ എന്ത് ചെയ്യാൻ പറ്റും? അയാളുടെ സംശയം സത്യമാണെന്ന് തോന്നിയാ അയാൾ ഇറങ്ങും നിങ്ങളുടെ കൈയും പിടിച്ചോണ്ട്. ഞാൻ ദീപേട്ടനൊപ്പം ഇവിടെ താമസിക്കും. അവനൊരിക്കലും ഇവിടെ താമസിക്കില്ലടി. എന്നാലും കുഴപ്പമില്ല, എനിക്ക് കാണണമെന്ന് തോന്നുമ്പോ വിളിക്കാലോ. ഭയം കൂടാതെ ഏത് നേരത്ത് ഞങ്ങൾക്ക് തമ്മിൽ കാണാലോ. നീ ഇവിടെ ഒറ്റയ്ക്കായിപ്പോയി എങ്ങനെ ജീവിക്കും? വായു ഭക്ഷിച്ചോ? ഒരു ചായ ഇടാൻ നിനക്കറിയാമോടി? ചായ ഇടാൻ അറിയുന്നവർ ഇഷ്ടം പോലെയുണ്ട്. അവർക്ക് മാസാമാസം എന്തെങ്കിലും കൊടുത്താ എല്ലാം കൃത്യമായിട്ട് ചെയ്തു തരും. അടുക്കളപ്പണിക്കേ അമ്മയില്ലെങ്കിൽ അതറിയാവുന്ന ഒരുപാട് പേരുണ്ടെന്നർത്ഥം. കനകേച്ചി ഇവിടെ ഉള്ളപ്പോ അവരായിരുന്നു ഇവിടുത്തെ അടുക്കളക്കാരി, വീട്ടുജോലിക്കാരി. അതെ, അവരെ തൊഴുത്തി കിടത്തിയതും ഇറക്കി വിട്ടതൊക്കെ നിങ്ങളല്ലേ. അതുകൊണ്ട് നിങ്ങൾ തന്നെയാണ് ഇനി വീട്ടുജോലിക്കാരി. മകൾക്ക് പാര വയ്ക്കുന്ന അമ്മയെ ഇനി ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ. 3 നേരം വല്ലതും കഴിച്ചിട്ട് തല ചായ്ക്കണമെങ്കിലേ നന്നായി ജോലി ചെയ്യണം. ആരോഗ്യം നിങ്ങൾക്ക് കൂടുതലാ, 2 പേരുടെ ശക്തിയുണ്ട്. പിന്നെ എന്തെങ്കിലും കഴിച്ചിട്ട് കിടന്നുറങ്ങിയാലേ രോഗം വരും. ചികിത്സിക്കാൻ അറിയാത്ത ഒരാളാ വീടിനകത്തുള്ളത്. പിന്നെ അങ്ങേരെ കൊണ്ട് ചികിത്സിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചത്തോളും. എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടിട്ട് എന്റെ കയ്യിൽ പൈസ കളയാനില്ല. അതുകൊണ്ട് വീടിന്റെ അകവും പുറവും ഒക്കെ അടിച്ചു വൃത്തിയാക്കണം. അതിനപ്പുറം ഒരു എക്സസൈസ് വേറെ ഇല്ല. അന്യ വീട്ടിൽ പോയി ഇതൊക്കെ ചെയ്താ മാസം 10-15,000 രൂപ കിട്ടൂടി. ആ, ഇതൊക്കെ തന്നെ എന്റെ അപ്പച്ചിയും പറഞ്ഞിട്ടുള്ളത്. എന്താ പിന്നെ അതാവാമേലേ. ദേ, ഇവിടെ താമസിക്കുന്നെങ്കിൽ എന്റെ ചിട്ടകൾക്കനുസരിച്ച് നിക്കണം. അല്ലെങ്കിൽ കർണത്തടിച്ച മോക്ക് മേൽ നോവിക്കാൻ നന്നായിട്ട് അറിയാം. എന്റെ കൈ കിട്ടുന്നത് എന്താന്ന് വെച്ചാ അതെടുത്ത് ഞാൻ തലക്കടിക്കും. അമ്മയുടെ തലയടിച്ച് പൊട്ടിച്ചത് എന്തിനാണെന്ന് ആരെങ്കിലും ചോദിച്ചാ അതിന് വ്യക്തമായൊരു കാരണം നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. നീ പറയുന്ന കാരണങ്ങളൊന്നും നാട്ടുകാർ വിശ്വസിക്കത്തില്ലടി. മരമണ്ടനായ നിന്റെ ഭർത്താവാണ് ഇതൊക്കെ കേട്ടിട്ട് വാലും ചുറ്റി പോകുന്നത്. എന്നാൽ നാട്ടിൽ മുഴുവൻ പാട്ടാ നിന്റെ വഴിവിട്ട പോക്കിനെ കുറിച്ച്. അതിന്റെ കൂടെ അമ്മയായ നിങ്ങളും പുതിയ പുതിയ കഥകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും നാട്ടുകാർക്ക്. ഇതുവരെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഉണ്ണിയോട് മാത്രമേ സത്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അത് അവൻ എന്നെ സംശയിച്ചത് കൊണ്ട് മാത്ര. ഇനി നാട്ടുകാരും എന്നെ കുറിച്ച് അപവാദം പറഞ്ഞ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് ഞാൻ എല്ലാവരോടും പറയും. പറഞ്ഞാലേ എനിക്ക് പുല്ല. ഇനിയും ദീപേട്ടൻ ഇവിടെ വരും. അപ്പൊ ഞാനൊരു ലിസ്റ്റ് തരും. ദീപേട്ടന് ഇഷ്ടപ്പെട്ട ഭക്ഷണത്തിന്റെ ലിസ്റ്റ്. അത് വെച്ച് വിളമ്പിയിട്ട് നാവടക്കി അടുക്കള ഭാഗത്ത് എവിടെയെങ്കിലും നിന്നോണം. അല്ലെങ്കിൽ എന്റെ തനി നിറം നിങ്ങൾ കാണും. മര്യാദയ്ക്ക് നിന്റെ പ്രസവം നടക്കത്തില്ലടി. പ്രാഗ് ഒന്നും അറിയാത്ത എന്റെ കുഞ്ഞിനെ കൂടി ഇങ്ങനെ പ്രാഗ്. മോളുടെ ബ്ലഡ് ഗ്രൂപ്പ് അത്ര റെയറൊന്നുമല്ല. അതുകൊണ്ടാണ് ഞാൻ വാശി പിടിച്ചത്. അവള് മോൾക്ക് കരള് ദാനം ചെയ്യണ്ടാന്ന്. എന്നിട്ട് മോളെ പോലും അറിയിക്കാതെ പിടിച്ചു പിടിയാലെ അങ്ങനെ ചെയ്യിപ്പിച്ചത് നമ്മുടെ അമ്മയാ. മോളെ വശത്താക്കാനാ അവളും അമ്മയും കൂടെ ശ്രമിക്കുന്നത്. അച്ഛന്റെ ബ്ലഡ് ഗ്രൂപ്പ് O പോസിറ്റീവ് ആയിരുന്നു. അച്ഛന് ചെറിയ അസുഖങ്ങളുണ്ടെന്ന് പറഞ്ഞ് അച്ഛനെ അമ്മ പിന്തിരിപ്പിച്ചു. അതൊക്കെ മനഃപൂർവ്വം മോളെ. ഡോക്ടർ പറഞ്ഞത് എല്ലാ അർത്ഥത്തിലും എന്റെ ബോഡിയായിട്ട് അവൾക്ക് മാച്ച് ഉണ്ടെന്നാ. ഓഹോ, അങ്ങനെ പറഞ്ഞോ? ഇനി നമ്മളൊക്കെ സംശയിക്കുന്ന പോലെ നമ്മുടെ അമ്മയുടെ മോള് തന്നെ ആയിരിക്കോ കാർത്തു? അല്ല, ആ രീതിയിലൊക്കെ ആണല്ലോ അവളെ സ്നേഹിക്കുന്നത്. നഷ്ടപ്പെട്ടു പോയ മകളെ തിരികെ കിട്ടിയതുപോലെയാണല്ലോ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയൊക്കെ സംശയിച്ചേ പറ്റൂ. എന്തായാലും യാത്ര പറയാൻ എന്റെ അടുത്തേക്ക് വന്നപ്പോ അവൾ ആഗ്രഹിച്ചതുപോലൊന്നുമല്ല സംഭവിച്ചത്. സ്നേഹത്തോടല്ല ഞാൻ അവളോട് സംസാരിച്ചത്. അത് നന്നായി. എന്റെ പേടി ഈ സംഭവത്തോടെ മോൾ അവളെ സ്നേഹിച്ചു തുടങ്ങുമെന്നായിരുന്നു. നമ്മുടെ അമ്മയെ നമ്മളീ നകച്ച അവളെ ഞാൻ ഒരിക്കലും സ്നേഹിക്കില്ല ചേച്ചി.
പറഞ്ഞത് കേട്ടല്ലോ. അമ്മ ഇനി എന്ത് ചെയ്താലും ശരി, ദാനം ചെയ്തവളെ മാള് സ്നേഹിക്കില്ലാന്ന്. ഒരു കരളിന്റെ പേരും പറഞ്ഞ് അവളെ കരളേന്ന് വിളിക്കില്ലാന്ന്. സ്നേഹിക്കുന്നവരെ തമ്മിൽ തെറ്റിക്കാനാണോ നീ വന്നത്? സ്നേഹിക്കുന്നവരെ തമ്മിൽ അടുപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോ തെറ്റിക്കാൻ ഞാനും ശ്രമിക്കണ്ടേ? മോളെ, ഇവൾ പറയുന്നൊന്നും കേൾക്കരുത്. അത് തന്നെ എനിക്കും മാളുവിനോട് പറയാനുള്ളത്. ഇവരെ ഈ അവസരവാദി അമ്മ പറയുന്നത് നീയും കേൾക്കരുത്. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അമ്മ ഇവിടെ നിൽക്കുന്നതിനേക്കാളും മാളുവിന് ആശ്വാസം ഞാൻ നിൽക്കുന്നതാ. എന്താ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി വ്യക്തമാക്കണോ? ഹലോ ഡോക്ടർ. ആ, ഞാൻ അനന്തുവിനെ വിളിച്ചപ്പോ മോളുടെ അനിയത്തിന്റെ അടുത്തുണ്ടെന്ന് അറിഞ്ഞു. ഞാൻ ഹോസ്പിറ്റലിൽ എത്താറായി. മോള് ക്യാൻറ്റീനിലേക്ക് വരുവാണെങ്കിൽ നമുക്കൊരു ജ്യൂസൊക്കെ കുടിച്ച് സംസാരിച്ച് പിരിയാം. എനിക്കൊന്നും മഞ്ജുവിനെ കാണണമെന്നുണ്ട്. അത് എന്താ, അവിടെ ആരെങ്കിലും ഉണ്ടോ? അമ്മയുണ്ടോ? ഉണ്ട്. ആ, എനിക്ക് തോന്നി. എന്നാ പിന്നെ മോള് ക്യാൻറ്റീനിലോട്ട് വാ. ശരി ഡോക്ടർ. മാളു, ഞാൻ പോവണേ. ഇടയ്ക്ക് വരാം. വരണോന്നില്ല. ഇത് അമ്മയുടെ പേരിലുള്ള ഹോസ്പിറ്റലൊന്നും അല്ലല്ലോ വരണ്ടാന്ന് പറയാൻ. പിന്നെ അമ്മയെ കാണുന്നതിനേക്കാളും മാളുവിന് എന്നെ കാണുന്നതാ ഇഷ്ടം. അതുകൊണ്ടേ ഞാൻ വരും. പോയിട്ട് വരാം മോളെ. ഇനി ഇവള് പറയുന്നൊന്നും കേൾക്കരുത് മോളെ. ആര് പറയുന്നത് കേൾക്കണമെന്നൊക്കെ എനിക്കറിയാം. ഞാൻ നേരത്തെ പറഞ്ഞത് തിരുത്തി പറയുന്നില്ല. കാരണം അമ്മയും മകളും തമ്മിൽ അത്രയ്ക്ക് ശത്രുതയിലാണ്. ആരാ ഈ കാർത്തു? പറഞ്ഞു ആ കുട്ടിയെപ്പറ്റി ചിലത്. അനന്തരവന്റെ ഭാര്യയോട് കാണിക്കുന്ന സ്നേഹം പോലും സ്വന്തം മകളായ മഞ്ജുവിനോട് ദേവ കാണിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, വേണ്ടാത്ത മകളെ വിട്ടു തന്നൂടെയെന്ന്. അതിനുള്ള മറുപടി ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ, പിന്നെന്തിനാ എന്നെ വിളിച്ചിട്ട് അതേ ആവശ്യം തന്നെ പറയുന്നത്? ഈ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ മഞ്ജുവിനോട് എനിക്ക് പറയേണ്ടി വരും അവൾ അനാഥയാണ്. നെറിയോട് കാണിക്കരുത്. മഞ്ജുവിനോട് ഒരിക്കലും അങ്ങനെ പറയില്ലെന്ന് നിങ്ങൾ ഉറപ്പൊന്നല്ലേ എനിക്ക്? അവൾ അനാഥയാണെന്നാണ് പറയുന്നത്, അല്ലാതെ അവൾ ദേവയുടെ മകളെന്നല്ല. അങ്ങനെ നിങ്ങൾ പറയുമ്പോ ആ കുടുംബത്തിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാവില്ലെന്ന് ഉറപ്പുണ്ടോ? എന്താണ് ഈ പൊട്ടിത്തെറിയുടെ ആവശ്യം? ദേവയ്ക്ക് ഇഷ്ടമില്ലാത്ത മകളെ അവരെ വിട്ടുകളഞ്ഞോട്ടെ. അവളെ പൊന്നുപോലെ നോക്കാൻ ആളുണ്ടല്ലോ. ഇത്രയും കാലം അവളെ പൊന്നുപോലെ നോക്കിയത് ദേവനന്ദയും ശരസാറുവാ. പൊന്നുപോലെ നോക്കിയ കാര്യമൊന്നും കണ്ണം പറയണ്ട. എത്രയൊക്കെ ആയാലും മഞ്ജുവിന് ദേവയുടെ മനസ്സിൽ രണ്ടാം സ്ഥാനേ കാണൂ. ഈ പറയുന്ന അനന്തരവൻ കാർത്തുവിനെ കല്യാണം കഴിച്ചതോടെ അത് മൂന്നാം സ്ഥാനം ആയിട്ടുണ്ട്. കാർത്തുവിനെ ഇതിനിടയിലേക്ക് വലിച്ചഴിക്കണ്ട. എന്റെ അനിയത്തിയാ കാർത്തു. ഓ സോറി, അത് ഞാൻ അറിഞ്ഞിരുന്നില്ല. ആ, ജീവനെപ്പോഴോ പറഞ്ഞിരുന്നു, അത് ഞാൻ വിട്ടുപോയി. അതുപോട്ടെ, ഇനി ആ വിഷയം പറഞ്ഞ് ഞാനതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇവിടെ എന്റെ ആവശ്യം മഞ്ജുമോള് മാത്രം. അവൾ അമ്മയാവാൻ പോകുന്ന സാഹചര്യത്തില് ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്നുണ്ട്. അതെല്ലാം ദേവയിലൂടെ ഉണ്ടായതാ. അറിയാലോ, ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം മഞ്ജുവിനൊരു കുഞ്ഞു ജനിക്കാൻ പോകുന്നത്. അതിന്റെ നല്ല വളർച്ചയ്ക്കും സുഖപ്രസവത്തിനും അവൾക്ക് സന്തോഷവും സമാധാനവും കിട്ടേണ്ടത് അത്യാവശ്യമാണ്. എന്നാ സ്വന്തം അമ്മ തന്നെ അതില്ലാതാക്കുന്നു. അവള് നാളെ അമ്മയാവാൻ പോകുന്ന പെങ്കൊച്ചാണെന്ന് പോലും ചിന്തിക്കാതെയാ
ദേവയുടെ പോക്ക്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മഞ്ജുവിനെ ബാധിച്ചിരിക്കുന്ന ഒരു തരം രോഗമാണ്, സംശയരോഗം. അവൾ അവളുടെ അമ്മയെ സംശയിക്കുക. എന്നാൽ എനിക്കറിയാം, ദേവനന്ദയെ അറിയാവുന്നവർക്ക് എല്ലാവർക്കും അറിയാം മഞ്ജുവിനെ അവർക്ക് ജീവനാണെന്ന്. പക്ഷെ മഞ്ജുവിന്റെ സംസാരത്തില് അതൊരിക്കലും നിഴലിച്ച് കണ്ടില്ല. സ്വന്തം അനന്തവനായ അനന്തുവിന് പോലും അപ്പച്ചിയുടെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങളുണ്ടെന്നാ ഇപ്പൊ പറയുന്നത്. നിങ്ങളുടെ ഈ കണ്ടുപിടുത്തങ്ങളും മഞ്ജുവിന്റെ പിന്നാലെയുള്ള അലച്ചിലും ഒക്കെ നിൽക്കും. അവള് നിങ്ങളുടെ മകളല്ലെന്ന് അറിയുമ്പോ അല്ല, അത് കണ്ടെത്താൻ ഒരുപാട് മാർഗങ്ങളുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. പിന്നെന്താ കണ്ടെത്താത്തത്? അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. കാരണം മഞ്ജുവിനെ ദേവ അനാഥാലയത്തിൽ നിന്ന് ഏറ്റെടുത്തെങ്കിൽ അത് ദേവയുടെ മകളാണെന്ന് മനസ്സിലാക്കാൻ ദേവയെ അറിയുന്ന ആർക്കും കഴിയും. ഒരിക്കലും ഒരു കുഞ്ഞിനെ കളയാൻ മാത്രം മനുഷ്യത്വം ഇല്ലാത്തവളല്ല ദേവ. ഒരു സമയത്ത് അങ്ങനെ സംഭവിച്ചു കാണും. എന്നാ കുറ്റബോധം കൂടിയപ്പോ അവളും ചെയ്ത തെറ്റ് തിരുത്തിയെന്ന് എനിക്കാരും പറഞ്ഞു മനസ്സിലാക്കി തരണ്ട. അങ്ങനെയാണെങ്കിൽ ആ മകളെ എന്തിനാണ് ഇപ്പൊ ദേവനന്ദ വെറുക്കുന്നത്? അതേപ്പറ്റിയൊന്നും എനിക്കറിയില്ല. അമ്മ മകളെ വെറുക്കുന്നു എന്ന് പറഞ്ഞത് മകള് തന്നെ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, മഞ്ജു അനാഥയാണെന്ന് പറഞ്ഞോട്ടെ എന്ന്. അതോടെ മഞ്ജുവും ദേവൻ തമ്മിൽ അകലും. എനിക്ക് എന്റെ മകളെ കിട്ടുകയും ചെയ്യും. നിങ്ങൾ എന്തൊരു സ്വാർത്ഥനാ ഡോക്ടറെ. ഞാൻ സ്വാർത്ഥനല്ല. മൂത്ത മകളെ അമ്മ വെറുക്കുമ്പോ അവളെ സ്നേഹിക്കാൻ ഒരു അച്ഛനുണ്ട്. ആ അച്ഛന്റെ സ്ഥാനത്ത് നിന്നിട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. എനിക്ക് എന്റെ മകളെ വേണം. അവൾക്ക് ആരോഗ്യമുള്ളൊരു കുഞ്ഞു ജനിക്കണം. അതൊക്കെ ഏത് മനുഷ്യനായാലും ചിന്തിച്ചു പോകുന്നതല്ലേ. അതിനെ സ്വാർത്ഥത എന്ന് വിളിക്കണമെങ്കിൽ വിളിച്ചോ. പക്ഷെ സാഹചര്യം വഷളായ തനിക്ക് തന്ന വാക്ക് എനിക്ക് തെറ്റിക്കേണ്ടി വരും. അത് പറയാനാ വിളിച്ചത്. നീ ആഗ്രഹിച്ച പോലെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. നിനക്കിന്ന് പുറത്തു പോവാം. എന്റെ കാലാവധി കഴിഞ്ഞോ സാറേ? നിന്റെ കാലാവധി കഴിയാറാവുമ്പോഴേ കാലം വരും. ഇന്ന് നിനക്ക് പരോൾ ഉണ്ടെന്നാ പറഞ്ഞത്. സന്തോഷമായി സാറേ, തൃപ്തിയായി. നീ പുറത്തേക്ക് പോകുന്നത് എന്തോ തരികിട ഒപ്പിക്കാനാണെന്ന് എനിക്കറിയാം. നീ അത് പറഞ്ഞു കഴിഞ്ഞു, എന്നോടും ഇവിടെയുള്ള സകല അവന്മാരോടും ഒക്കെ. ആരെങ്കിലും കൊന്നിട്ടിങ്ങോട്ട് വന്നാ നിന്റെ പുറത്ത് ഞാൻ ചപ്പാത്തി പരത്തും. സാർ എന്നെ എന്ത് വേണേലും ചെയ്തു. തെറ്റ് ചെയ്തവരെ നമ്മൾ ശിക്ഷിക്കണം, നോവിക്കണം. ഞാനും അതേ ചെയ്യത്തുള്ളൂ സാറേ. പരോള് റദ്ദാക്കാൻ പറയണോടാ? അയ്യോ വേണ്ട സാറേ, ഞാൻ ആരെയും കൊല്ലാനൊന്നും അല്ല പോകുന്നത്. നിന്റെ കെട്ടിയോള് നിന്റെ കൂട്ടുകാരനൊപ്പം പോകുന്നെന്ന് നീ നേരത്തെ പറഞ്ഞിരുന്നു. അവനാണോ നിന്റെ എര? അയ്യോ സാറേ, അവനൊക്കെ ഇപ്പൊ വലിയ പുള്ളികളാ. പാപ്പരും ഞാനല്ലേ. എടാ, കെട്ടിയോള് വഴിപഴച്ചു പോവുകയാണെങ്കിൽ അവളെ നിലയ്ക്ക് നിർത്തണം. അല്ലാതെ നാട്ടിലുള്ള ആണുങ്ങളുടെ പിന്നാലെ പോവല്ല വേണ്ടത്. എന്നാലും ഒന്നുമില്ലാത്തവളെ റാണിയെ പോലെ വാഴിച്ചവനാ ഞാൻ. കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കുന്ന ആണുങ്ങൾ തന്നെ കുറവാ. പിന്നെ പെണ്ണുങ്ങളുടെ കാര്യം പറയണോ? അത് ശരിയാ സാറേ, വളരെ ശരി. അപ്പോ എനിക്ക് ഉടനെ ഇറങ്ങാവോ? കുളിയൊക്കെ കഴിഞ്ഞിട്ടേ സൂപ്രണ്ടിനെ കണ്ടിട്ട് നിനക്ക് പോവാം. പിന്നെ പുറത്തു പോയിട്ട് മുങ്ങാൻ നോക്കരുത്. കൃത്യമായിട്ട് ഇങ്ങ് വന്നേക്കണം. മുങ്ങിയാൽ എവിടെ വരെ മുങ്ങാനാ സാറേ? ഇനിയിപ്പോ എനിക്ക് ജീവിതമില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. വിശ്വനെ ഒന്ന് കണ്ടിട്ട്. വിശ്വനോ? അതാരാ? അയ്യോ, ഞാനൊന്നും പറയുന്നില്ല സാറേ. നിന്റെ കെട്ടിയോളുടെ കാമുകനായിരിക്കും. എടാ, കേൾക്കുന്നതെല്ലാം ശരിയാവണമെന്നില്ല. ശരിയല്ല, അവൻ തീരെ ശരിയല്ല. നീ മിക്കവാറും ഒരു ഇരട്ട ജീവപര്യന്തം എത്തിക്കുമെന്നാ തോന്നുന്നേ. ആ, എന്തെങ്കിലും ആവട്ടെ, എനിക്കെന്ത് പാട്. ജീവപര്യന്തമല്ല സാറേ, മിക്കവാറും
ഒരു തൂക്കുകയർ എനിക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടി വരും. നിങ്ങളോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല അല്ലേ? ഒരു തരത്തിലും താൻ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ പോവാത്തോണ്ട് ഇനി സത്യങ്ങൾ വിളിച്ചു പറയാനാണോ തന്റെ ഭാവം? ഞാനതിന് മുതിരുന്നില്ല. പക്ഷേ മോൾ ഓരോന്ന് പറയുമ്പോ എന്തിനു വേണ്ടിയാണ് അരുണിന്റെ അപ്പച്ചയ്ക്ക് അങ്ങനെ ഒരു മോളെന്ന് എനിക്ക് തോന്നിപ്പോവാ. നിങ്ങളോട് 1000 തവണ പറഞ്ഞില്ലേ നിങ്ങളുടെ മോളല്ല മഞ്ജു അടുത്തിന്ന്. അത് ഞാൻ കണ്ണടച്ച് വിശ്വസിക്കണോ? കേൾക്കണോ? താൻ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. കണ്ണേട്ടനോട് കാര്യങ്ങൾ പറഞ്ഞപ്പോ നേരെ തന്റെ വീട്ടിലേക്ക് വരാനാണ് തീരുമാനിച്ചത്, തന്റെ ഭാര്യയെ കാണാൻ. ഇനിയിപ്പോ അത് തന്നെയാ സംഭവിക്കാൻ പോകുന്നത്. എന്റെ വീട്ടിലേക്കുള്ള തന്റെ പോക്ക് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇനി അത് തന്നെ സംഭവിക്കും. എനിക്ക് എന്റെ മോളെ തരുന്നില്ല, അവളെ കാണാനെങ്കിലും അനുവദിച്ചൂടെ? തനിക്ക് അവസാനം അബദ്ധം പറ്റും. താൻ ഇപ്പൊ മകളായി കരുതുന്ന മഞ്ജു അടുത്തുണ്ടല്ലോ, അവരുടെ സ്വഭാവം എത്രത്തോളം ഡേഞ്ചർ ആണെന്ന് പിന്നീട് തനിക്ക് മനസ്സിലാവും. ആ ദേ കേട്ടില്ലേ, അവളെ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാനൊക്കെ സംസാരിക്കുന്നത്. മാളു ദേവയുടെ സ്വന്തം മകളാണ്, അവളോട് മാത്രമാണ് നിങ്ങൾക്കൊക്കെ സ്നേഹം. ഞങ്ങളുടെ ഫാമിലി നടക്കുന്ന പല സംഭവങ്ങൾക്കും പല കാരണങ്ങളുണ്ടാവും, അത് നിങ്ങളോടൊന്നും പറയാൻ പറ്റില്ല. പിന്നെ യാഥാർത്ഥ്യങ്ങൾ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി അത് നിങ്ങൾ വിശ്വസിക്കുന്നുമില്ല. ചില നേരത്തെ എനിക്ക് തോന്നിയിട്ടുണ്ട് സത്യങ്ങൾ പറഞ്ഞിട്ട് മഞ്ജുവിനെ കൂടെ നിർത്തണമെന്ന്. അതിന് തനിക്ക് എങ്ങനെ സാധിക്കും? ഏറ്റവും അപകടകാരിയാണ് തന്റെ ഭാര്യ എന്നുള്ളത് തനിക്കറിയാം. എന്നിട്ട് നിയന്ത്രണമില്ലാതെ താൻ അലയ.